ചപ്പാത്തി പരത്തുന്ന കാര്യത്തിൽ ഇളയമേനെ തോൽപ്പിക്കാനാവില്ല മക്കളെ. ഞാൻ പരത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ്റെ ഭൂപടോ അല്ലെ ഞാൻ പറയുന്നില്ല, വേറെ എന്തെങ്കിലും സാധനങ്ങളൊക്കെയാണ് ആവാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇളയമ്മ ചപ്പാത്തി പരത്തുന്നുണ്ട്, ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അച്ഛൻ അരി വാങ്ങിക്കൊണ്ടുവന്നിട്ട് അത് പാത്രത്തിലാക്കുന്ന പരിപാടിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിക്ചറിൽ അമ്മേനെയും കല്യാണിനെയും ഹേസുവിനെ ഇപ്പോൾ കാണാൻ പറ്റില്ല, കാരണം അവരോട് ഇല്ല. ഹേസുവിന് ഭയങ്കര കപക്കെട്ട് കേട്ടോ. അപ്പോൾ അവളെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് അമ്മയും കല്യാണിയും കൂടെ പോയതാണ്. രാവിലെ പോയിട്ടുണ്ട്, കാരണം അവർക്ക് ടൈം കിട്ടിയത് 7:30 എങ്ങാനാണ്. അല്ലുട്ടൻ സ്കൂളില്ലാത്തൊരു ദിവസമാണ് കേട്ടോ ഇത്, അതുകൊണ്ടാണ് ഈ സമയത്ത് ഇവിടെ നിൽക്കുന്നത്. അല്ലെങ്കിൽ 8 മണിയാകുമ്പോൾ മൂപ്പര വണ്ടി വന്ന് അങ്ങ് പോയിട്ടുണ്ട്. രാവിലെ എണീറ്റ് വന്നിട്ട് ഇൻസുലിൻ വെച്ച് ഫുഡ് കഴിച്ചു കഴിഞ്ഞാലാണ് ഞാനൊന്ന് നോർമൽ ആവുക. അത് കഴിഞ്ഞ് മെറ്റ്ഫോമിൻ എടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഞാൻ അബ്നോർമൽ ആവും. വല്ലാത്തൊരു ജീവിതമാണ് മക്കളെ. പണ്ടൊക്കെ ഇല്ലേ ഈ നെയിൽ പോളിഷ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു പ്രാന്തായിരുന്നു. അതായത് 2-3 ദിവസം കൂടുമ്പോഴത്തേക്ക് അത് റിമൂവ് ചെയ്യും, അടുത്ത കളറിടും. അങ്ങനെ ഭയങ്കര ഡാർക്ക് കളേഴ്സിനോടും എല്ലാ കളേഴ്സും ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഉണ്ടല്ലോ മക്കളൊക്കെ ആയി കുറച്ച് എന്താ പറയുക പ്രാരാബ്ദം, കുഞ്ഞുകുട്ടി പരാധീനമായപ്പോൾ മക്കളെ ഞാൻ ആ പരിപാടിയൊക്കെ അങ്ങോട്ട് വിട്ട്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ തീരെ ശ്രദ്ധിക്കാണ്ടായി എന്ന് തന്നെ പറയാം. കഴിഞ്ഞ ഏതോ വീഡിയോ ഇട്ട സമയത്ത് ഈ ഡ്രസ്സിൻ്റെ ലിങ്ക് ഉണ്ടോയെന്ന് കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചതല്ല, പക്ഷേ ഓൺലൈൻ ഇതുപോലത്തെ അവൈലബിൾ ആണ്. കിട്ടുവാണെങ്കിൽ ഞാൻ ഇവിടെ ലിങ്ക് ടാഗ് ചെയ്തേക്കാമേ. സംഭവം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയതിനു ശേഷം ഓർമ്മ ഇൻസുലിൻ വെച്ചില്ല. അങ്ങനെ ഇൻസുലിൻ വെച്ചിട്ട് പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സമയത്തിനുള്ളിൽ ഞാൻ ഉച്ചത്തേക്കുള്ള ഉപ്പേരിക്കുള്ളതൊക്കെ അരിഞ്ഞു വെക്കുകയാണ്. അന്ന് നമ്മളൊരു ചുരങ്ങേൻ്റെ ഉപ്പേരി ഉണ്ടാക്കില്ലേ, അതിൻ്റെ ബാക്കി കഷ്ണമാണിത്. അപ്പോൾ വെറുതെ വേസ്റ്റ് ആക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ ഇന്നും അതന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അത് ട്രൈ ചെയ്തു. നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. നല്ല ടേസ്റ്റാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സംഭവം എന്തൊക്കെ പറഞ്ഞാൽ ഈ കത്തി തീയ് ഈ വക ഐറ്റംസിനോട് എനിക്ക് വല്ലാത്തൊരു പേടിയാണ് കേട്ടോ. കാരണം തൊട്ട എന്തെങ്കിലും പറ്റിച്ചിട്ടേ ഞാൻ വരാറുള്ളൂ. സാധാരണ ഈ വക പണികളൊക്കെ എടുക്കുന്ന സമയത്ത് ഒന്നുകിൽ ഞാൻ എന്തെങ്കിലും വീഡിയോസൊക്കെ കണ്ടിരിക്കും, അല്ലെങ്കിൽ എൻ്റെ അമ്മേനെ റീനമ്മേനെ വിളിക്കും, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും വൈശാട്ടിനെ വിളിക്കും. ഇന്നത്തെ എൻ്റെ വൈശാട്ടനായിരുന്നു. വൈശാട്ടിന് ഓഫായിരുന്നു കേട്ടോ. വൈശാഖേട്ടൻ എനിക്ക് വിസ്താരമായിട്ടൊന്ന് കിട്ടാറ് ഓഫിൻ്റെ എന്നാണ് കേട്ടോ. അല്ലാത്ത ദിവസം ഒരു ജഗബകയാണ്. ഒന്നുകിൽ ഡ്യൂട്ടിക്ക് പോകുന്നതിന് കുറച്ച് മുന്നേ, അല്ലെങ്കിൽ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ക്ഷീണത്തിലായിരിക്കും. അപ്പോൾ എനിക്ക് അധികം നേരം വർത്താനം പറഞ്ഞ് വെറുപ്പിക്കാനൊന്നും തോന്നാറില്ല. പാവല്ലേ കിടന്നുറങ്ങിക്കോട്ടെ എന്ന് വിചാരിക്കും. പക്ഷേ ഓഫിൻ്റെ അന്ന് ഞാൻ മാക്സിമം ഒരാഴ്ചത്തത് മൊത്തം ഞാൻ അപ്പോഴാണ് വെറുപ്പിക്കുക കേട്ടോ. അങ്ങനെ ഞങ്ങൾ കഥയും പറഞ്ഞ് ഞാൻ എൻ്റെ പണികളും തീർക്കുന്നുണ്ട്, ഏട്ടനവിടെ ഫുഡും കഴിക്കുന്നുണ്ട്. പണ്ട് ഞങ്ങൾ ഇങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. അതായത് ഞങ്ങൾ പ്രേമിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഞാൻ പഠിക്കുകയാണെങ്കിലും എന്താണെങ്കിലും ഏട്ടനെ വീഡിയോ കോൾ അവിടെ വെച്ചിട്ട് ഞാൻ എൻ്റെ പരിപാടികളൊക്കെ ചെയ്യും. പക്ഷേ ഏട്ടൻ അവിടെ വേണം. എന്നിട്ട് നമ്മളിങ്ങനെ ഞാൻ പഠിച്ചതൊക്കെ ചിലപ്പോൾ ഏട്ടന് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും. ഏട്ടൻ്റെ കോഴ്സ് എന്താ നന്നായി പഠിച്ചോ എനിക്കറിയില്ല, എൻ്റെ കോഴ്സ് വൃത്തിക്ക് പഠിച്ചിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ആദ്യം കണ്ടല്ലോ എനിക്ക് ഏട്ടനോട് എന്തെങ്കിലും പറയാൻ വിട്ടുപോയാൽ വല്ലാത്തൊരു അസ്വസ്ഥതയായിരുന്നു. അതായത് ഒരേല വീണാൽ പോലും പറയാമെന്ന് പറയില്ലേ, ആ കൂട്ടായിരുന്നു ഞാൻ. ഇപ്പം എന്ന് വെച്ചാൽ എനിക്ക് അതിനോട് ടൈമൊന്നും കിട്ടുന്നില്ല. മക്കളെ പിന്നാലെയും ഓരോ കാര്യങ്ങളും ഓട്ടത്തിനായതുകൊണ്ട് എല്ലാം വള്ളി തെറ്റി പറയാൻ പറ്റിയില്ലെങ്കിലും ഒരുവിധമൊക്കെ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞില്ല എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ ഇതാകുമ്പോളെ ഹേസും കല്യാണിയും അമ്മയൊക്കെ വന്നിട്ടുണ്ട്. കോക്ക് കുഴപ്പമൊന്നുമില്ല, മെഡിസിൻസ് ഒക്കെ ഉണ്ട്. പിന്നെ അല്ലോട്ട് ഇങ്ങനെ കളിക്കുന്ന കാണുമ്പോൾ ഹേസുവിന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ കുട്ടി ഇങ്ങനെ പൊട്ടിച്ചിരിക്കുക, അത് കാണാൻ വേണ്ടിയിട്ട് കളിക്കുകയാണ്. അച്ഛൻ നല്ല ഉഷാറായിട്ടുള്ള ഉറക്കത്തിലായിരുന്നു. പക്ഷേ മക്കൾ ഒച്ചപ്പാട് ഇട്ടിട്ട് ഞെട്ടി എണീറ്റാന്ന് തോന്നുന്നു കേട്ടോ. താഴത്തെ ജഗപ്പൊക്കെ ഒന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ മുകളിൽ വന്ന് റെഡിയായിട്ട് വീഡിയോ എടുക്കാൻ കേട്ടോ. കുറച്ച് പ്രൊമോഷൻ വർക്കൊക്കെ പെൻഡിങ് ഉണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.